മോളെ മോളെ എഴുന്നേക്ക് മോളെ. അഞ്ജലി, നേരെ എത്രയെന്നാ വിചാരം? എഴുന്നേക്ക്. രാവിലെ കൃഷ്ണന്റെ അമ്പലം വരെ പോയിരുന്നു. നിനക്ക് വേണ്ടി ഒരു തൃക്കൈ വെണ്ണയും കഴിപ്പിച്ചു. ദേ, വിളക്കിന്റെ മുന്നിൽ പ്രസാദം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മോള് പോയി കുളിച്ചിട്ട് വന്നിട്ട് അതെടുത്ത് തൊട്. പിന്നെ എന്താ? അല്ല, അത് പിന്നെ ഞാൻ ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞില്ലായിരുന്നു. ആ ബഹളത്തിനിടയ്ക്ക് എല്ലാം കൂടെ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. ഇന്നലെ പകല് ഇവിടെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വർത്താനം നിന്റെ അച്ഛനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിച്ചതും ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായതും. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, അത് പിന്നെ എന്താ അമ്മ പറയേ? അനുപമ കുറച്ച് കാശ് കൊണ്ട് തന്നിരുന്നു. ഇവിടെ സൂക്ഷിക്കാനെന്ന് പറഞ്ഞ അവള് തന്നത്. അത് ഇന്നലെ അച്ഛൻ അറിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട വർത്താന ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. വഴക്കു മൂത്തപ്പോ എന്നോട് പോയി ചത്തോളം നിന്റെ അച്ഛൻ പറഞ്ഞു. അതാ ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. മോൾ എന്നോട് ക്ഷമിക്കണം. അനുപമേച്ചി ഇവിടെ വരുമ്പോഴേ അതിന് പിന്നിൽ എന്തോ ചതിയോ കള്ളത്തരോ ഉണ്ടാവുന്ന ഉറപ്പാ. അത് അമ്മ തിരിച്ചറിയാതെ പോയി. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തലവിധി, അല്ലാതെ എന്തോ പറയാം. നിങ്ങൾ അമ്മേ മോളെ പെരുകേത്ത് കയറി കെട്ടി പിടിച്ചിരുന്നോ? ആ പെണ്ണിനെ കാണാനില്ല കേട്ടോ. ആര്? പത്മയോ? ആ മാരണം തന്നെ. പത്മ എവിടെ പോയി? അതെനിക്കെങ്ങനെ അറിയാം? ഏതായാലും അവള് കുറ്റിയും പറിച്ചു പോയിട്ടുണ്ട്. ആളെ ഇവിടെ എങ്ങും കാണുന്നില്ല. അവള് കുറച്ചു നേരത്തെ അടുക്കളയിൽ നിന്നതല്ലേ? കണ്ടകോളിനെ അവള് ചാവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പിന്നെ ഇവിടെ എല്ലാരും ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന സീസൺ ആണല്ലോ. ഇന്നലെ നീ നിന്റെ ദുഷിച്ച നാവ് വെച്ച് ചുമ്മാതിരുന്നേ. ഓ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആ പെണ്ണങ്ങനെ എവിടേക്കും പോയി ചത്താലേ അഞ്ജലി കുടുങ്ങും. അത്ര തന്നെ. പിന്നെ വക്കീലാണ്, മജിസ്ട്രേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മ ടെൻഷൻ ആവാതെ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഇതാ പിടിക്കേ, അവളെവിടെ എവിടെയെങ്കിലും തന്നെ കാണും. പത്മേ, പത്മേ. എന്റെ ഹനുമാൻ സ്വാമി, ഇത് എന്തൊരു പരീക്ഷണമാണ് നോക്ക്. ഇത് നോക്കിയേ, ഇത് കണ്ടോ? എന്താ ഇത്? പത്മേ, 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 പത്മേ. എന്താ അഞ്ജലി? പത്മയെ കാണുന്നില്ല. അവളകത്തുണ്ടായിരുന്നല്ലോ. ആളെ ഇപ്പൊ കാണുന്നില്ലെന്നേ. കാണുന്നില്ലേ? ഈ കൊച്ചെവിടെ പോയി? എന്താ എന്ത് പറ്റി? ശ്യാമള ചേച്ചി വീണ്ടും പണി പറ്റിച്ചോ? അതൊന്നും അല്ല, നമ്മുടെ പത്മയെ കാണാനില്ല. കാണാനില്ലേ? അവളെവിടെ പോയി? മാഞ്ഞു പോയോ? അതെ, അവളിവിടെ അടുത്തെങ്ങാനും തന്നെ കാണും. നിങ്ങളെ ആ വഴിക്കൊന്ന് പോയി നോക്ക്. ഞാനേ ഇവിടേക്കൊന്ന് നോക്കാം. ശരി. പത്മേ, പത്മേ. നീ ഇവിടെ കിടന്ന് ചുറ്റി തിരിയാതെ ആ ബസ് സ്റ്റോപ്പിൽ വല്ലതും പോയി അവളൊന്നോ നോക്ക്. താപോല്. ഭഗവാനെ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. അവൾ ആവശ്യത്തിൽ കൂടുതൽ അനുഭവിച്ചു. ഇനി ഈ പെണ്ണ് വല്ലതും കാണിച്ചു കൂട്ടിയാ അതും കൂടെ അനുഭവിക്കാൻ വയ്യ. ഇനിയും ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഭഗവാനെ. സർ. ചാൾസ്, വാ 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 വാ. ഡേ, നീ പോയി ചായ എടുത്തേ. വാ ചാൾസ്, ഇരിക്കേ. എന്തായി ഏൽപ്പിച്ച കാര്യം? ഡീറ്റെയിൽസ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് സർ. അവളുടെ അച്ഛന്റെ ലൊക്കേഷനും പോക്ക് വരവ് സമയങ്ങളും ഒക്കെ ഏകദേശം ഒരു ധാരണയുണ്ട് ഇപ്പോ. നന്നായി. വണ്ടി ഏതാണെന്ന് തീരുമാനിച്ചോ? ലോറിയോ ടിപ്പറോ ഏതെങ്കിലും ഒരു ഹെവി വെഹിക്കിളോ ഏർപ്പാടാക്കാം സർ. എന്നാലേ ഇടിച്ചിട്ടാൽ മാരകമായി മുറിവേൽക്കും. കറക്റ്റ് ചോയ്സ്. വണ്ടി ഏതായാലും ജെന്യുവിൻ ആയിട്ടുള്ള ആക്സിഡന്റ് ആണെന്നേ ആരും പറയാവൂ. തന്റെ പ്രിയപ്പെട്ട അച്ഛൻ വീണു കഴിഞ്ഞ അഡ്വക്കേറ്റ് അഞ്ജലി പിന്നെ തല പൊക്കില്ല. ഈ സമയത്ത് അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടി ഇതായിരിക്കും. അറിയാമല്ലോ, ഒരു കൊലപാതക ശ്രമം ഒരിക്കൽ പാളിയതാണ്. അത് ഇനിയും ഇവിടെ ആവർത്തിക്കരുത്. ഇല്ല സർ, ഇത്തവണ പണി തീർത്തിട്ട് ഞാൻ സാറിനെ വിളിക്കും. വേണമെങ്കിൽ ഒരു വീഡിയോ കോൾ നടത്തി സാറിനെ നേരിട്ട് കാണിച്ചു തരുകയെ. ജീവൻ എടുക്കരുത്. അയാളെ ജീവച്ഛവമാക്കിയാൽ മതി. നീ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലായോ? ശരി സർ. ഗുഡ്. അർദ്ധപ്രാണനായി ആശുപത്രിയിൽ കിടക്കുന്ന അച്ഛന്റെ അടുത്തു നിന്നും അടുത്ത കാലത്തൊന്നും അവൾക്ക് മാറി നിൽക്കാൻ സമയം കിട്ടില്ല. അപ്പോഴേ കോടതിയിൽ നമുക്ക് വേണ്ടുന്ന നീക്കങ്ങൾ നടത്താൻ പറ്റൂ. ഞാൻ ഏറ്റു സർ, എല്ലാം കൃത്യസമയത്ത് നടത്തിയിരിക്കും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുക, ആക്സിഡന്റ് ആണെന്നേ തോന്നാവൂ. കാര്യം കഴിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ എനിക്ക് അയച്ചു തന്നേക്കണം. ശരി സർ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ നീ ചെല്ല്. നിങ്ങൾ വീണ്ടും ഓരോരോ ഏടാകുടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണല്ലേ ഞാൻ പറയുന്നത്? നീ ഇനി ഒന്നും പറയണ്ട. എന്താ ഉദ്ദേശം? ചേച്ചി, ഞാൻ നാട്ടിൽ പോവാ. ഓ, എന്നിട്ട്? ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ചേച്ചിയുടെ വീട്ടുകാർ പോലും ചേച്ചിക്ക് ഒപ്പമില്ല. ഞാൻ അവിടെ നിൽക്കുന്നിടത്തോളം ചേച്ചിക്ക് ദോഷം വരുത്തി വെക്കൂ. എന്നാര് പറഞ്ഞു? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനും കണ്ടതാ. ഇന്നലത്തെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞല്ലോ. നമുക്കേ ഇന്നത്തെ കാര്യം സംസാരിക്കാം. അതേതായാലും ഇവിടെ വെച്ച് വേണ്ട, നീ വീട്ടിലോട്ട് വാ. ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. വാ. വേണ്ട ചേച്ചി, വേണ്ട. ചേച്ചി പറഞ്ഞാ ഞാൻ വരും. പക്ഷെ എന്നെ അവിടെ നിൽക്കാൻ അവര് സമ്മതിക്കില്ല. ആര് സമ്മതിക്കില്ലാന്ന്? ദേ പത്മ, എനിക്ക് ആരുടെയും സമ്മതമൊന്നും ആവശ്യമില്ല. നിന്നെ ഞാനാ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ വീട്ടിൽ ആരും നിന്നോട് ഇറങ്ങി പോകാൻ പറയില്ല. എന്താ അതുപോലെ? അതല്ല ചേച്ചി, ഞാൻ പറഞ്ഞത് വീട്ടുകാരുടെ കാര്യമല്ല. പിന്നെ? കാർത്തിക്കോ? അവനെന്താ എന്റെ വീട്ടിൽ കാര്യം? പത്മ, നീ കാര്യം പറയും. അയാൾ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. ഞാനിന്ന് സമ്മതം മൂളിയാ മാത്രം മതി, മുടങ്ങിയ കല്യാണം വീണ്ടും നടത്താമെന്നൊക്കെയാ അയാൾ പറഞ്ഞത്. നിനക്ക് ഞാൻ വച്ച് നീട്ടിയ നല്ലൊരു ജീവിതമാ അഡ്വക്കേറ്റ് അഞ്ജലി നശിപ്പിച്ചത്. നിനക്ക് വേണമെങ്കിൽ ഇനിയും വരാൻ കേട്ടോ. എന്റെ ഓഫർ ഇപ്പോഴും ഉണ്ട് അവിടെ. ഒഫീഷ്യലായിട്ട് ഞാൻ വീണ്ടും നിന്നെ എന്റെ ഭാര്യ ആവാൻ ക്ഷണിച്ചോളുന്നു. എന്ന് മാത്രമാണ് പറഞ്ഞെങ്കിൽ ഞാൻ സഹിച്ചേനെ. ഇതിപ്പോ എനിക്ക് സഹായം ചെയ്യുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ചേച്ചിയുടെ കുടുംബക്കാരെ മുഴുവൻ അയാൾ ആക്ഷേപിച്ചു. ഈ പാവം പിടിച്ച പത്മ എന്ന പെൺകുട്ടിയുടെ കേസിൽ കൈ നിറയെ കാശും വാങ്ങിയ ശേഷം അഡ്വക്കേറ്റ് അഞ്ജലി കോടതിയിൽ ഹാജരാവാതെ ഈ പാവത്തിനെ ചതിച്ചത്. പോരാത്തതിന് ചേച്ചിയുടെ അച്ഛൻ അപമാനവും. ശരിക്കും ആ കാർത്തിക് ഒരൊറ്റ ആള് കാരണോ ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ആ വീട്ടിലുണ്ടായത്. എനിക്ക് പേടിയാ ചേച്ചി. ഞാൻ അവിടെ നിന്ന അയാൾ ഇനിയും വരും. ഞാൻ കാരണം
തീരുമാനിച്ച്. ആഹാ ആളിനെ കിട്ടിയല്ലേ ഇതെന്താ കൊച്ചെ നീ രാവിലെ ഇറങ്ങി പുറപ്പെട്ടത്? കൊള്ളാം, ഇതെന്താ വീട്ടിൽ നിന്ന് കരയാൻ ഇടമില്ലാത്തോണ്ടാണോ റോഡിൽ വന്നു കരയുന്നത്? അതെ അതെ എന്റെ പൊന്നു കൊച്ചെ, ഇനി ഒളിച്ചോടി പോവുകയാണെങ്കിൽ പോകുന്ന റൂട്ടും കൂടി അറിയിച്ചിട്ട് വേണം ഒളിച്ചോടാൻ. ഇങ്ങനെ അന്വേഷിച്ചിടുന്ന ഓട്ടോയിലെ പെട്രോൾ കളയണ്ടല്ലോ. പെട്രോളിനൊക്കെ ഇപ്പൊ എന്താ വില? പത്മ, നീ കരയാതെ തൽക്കാലം നീ വീട്ടിലേക്ക് ചെല്ല. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ചേച്ചി ഞാൻ ചേച്ചിയാ പറയുന്നേ, നീ ഇപ്പൊ ഇവരോടൊപ്പം ചെല്ല. നമുക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞല്ലോ. അല്ല ഈ കൊച്ചുക്കരുത് എങ്ങോട്ടാ? എനിക്ക് ഒരല്പം പണിയുണ്ട്. അത്യാവശ്യമായിട്ട് ഒരാളെ കാണണം. നാടൻ പാട്ട് പാടി നൃത്തം ചെയ്യിക്കാനാ. നിങ്ങള് ഇവിടെ വീട്ടിൽ കൊണ്ടാക്ക്, നമുക്ക് കാണാം. എവിടുന്ന് കിട്ടി ഈ തമ്പുരാട്ടിയെ? ഇന്ദിരേ വേണ്ട, നിനക്ക് മഹിളാമന്ദിരത്തിൽ പോവാൻ ലേറ്റ് ആയി എന്നല്ലേ പറഞ്ഞത്. ഇനി എന്താ ഒരു വർത്താനം? എന്റെ പൊന്നോ, ഞാൻ പോയിക്കോളാമേ. എന്റെ വർത്തമാനം കേട്ടിട്ടേ ഇനി ഇവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവണ്ട. അത് നന്നായി. ടാറ്റ അമ്മായി. കേറി വാ, നടയിൽ നിൽക്കണ്ട. ആഹാ, എത്തിയോ? നീ ഇത് എങ്ങോട്ടാ ഓടിപ്പോയെ? മോർണിംഗ് വാക്കിന് പോയതാണോ? ചേച്ചി ഞാൻ വിശദീകരണമൊന്നും വേണ്ട. വാ, വന്ന വല്ലതും കഴിക്കാൻ നോക്ക്. ഡി, നിന്റെ അമ്മാവൻ ഇതുവരെ ജലപാനം കഴിച്ചിട്ടില്ല. ദേ അവിടെ പോയി മുഖവും വീർപ്പിച്ച് ഒരേ ഇരിപ്പാ. നീ ഒന്ന് വിളിച്ചു പറ, വന്നു വല്ലതും കഴിക്കേ. വാ പത്മേ. അപ്പൊ ശരി, രാവിലത്തെ ഓപ്പറേഷൻ പത്മയെ കണ്ടുപിടിക്കൽ കഴിഞ്ഞു. ഞങ്ങളൊന്ന് പോട്ടെ. എവിടെ പോകുന്നു? എന്നെ ഒന്ന് താഴെ ഇറക്കി വെച്ചിട്ട് പോയാ മതി. ഓപ്പറേഷൻ കമാൻഡോ അവള് കാണട്ടെ കഴിവെന്താന്ന്. അങ്ങനെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങളത് മറന്നുപോയി. ഇപ്പൊ എല്ലാം ശരിയായി, നിങ്ങൾ വിട്ടോ. ഇനി ഒരു ഗീതോപദേശോ? ഗീതോപദേശോ? യെസ്. ദേ താടി വെച്ചൊരു വയസ്സൻ അർജുനൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇനി ഉപദേശിച്ചു വേണം വീണ്ടും കളത്തിലിറക്കാൻ. അതെ, ചേച്ചി പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാ. നമുക്കറിയാത്ത പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ അസുഖം. ഓ നിങ്ങൾ വാ, നമുക്ക് പോവാം. ഹലോ അഞ്ജലി വക്കീലെ,